Hello students, now we are moving to a characterization of completely regular spaces. First we are going to reformulate the definition of completely regular spaces. A space is said to be completely regular if for each x element of x and any closed set C not containing x. It's not an element of C closed. There exists a function continuous function f from space x to closed interval 0 1 such that f of x equal to 0 and f of y equal to 1 for all y element of c equal to 1 for all y element of c. ഇതിനു പകരം നമ്മൾ f of c equal to 1 എന്നും പറയാറുണ്ട്. ഇതാണ് കംപ്ലീറ്റ്ലി റെഗുലർ സ്പേസസിന്റെ ഡെഫിനിഷൻ. Now we are going to move to a reformulation. നമ്മൾ റെഗുലാരിറ്റിയിൽ ചെയ്തില്ലേ, പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റും എടുക്കുന്നതിന് പകരം പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റും എടുത്ത് ചെയ്തില്ല. അവിടെ പ്രൂഫ് ഒരു കാര്യമായ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഇവിടെ പെട്ടെന്ന് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തീരമൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് റീഫോമുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റിന് പകരം പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് വന്നാൽ എന്താ വരുന്നതെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. സോ കൺസിഡർ എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് വി ബി ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ്. എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റിന് പകരം കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റിനെ എടുക്കും. എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് വി ബി ഇനി ഓപ്പൺ സെറ്റ് കണ്ടെയ്ൻ. റെഗുലാരിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ തന്നെ പറയാൻ പോവാം. അപ്പോൾ റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റിന്റെ ടേംസിലായിരുന്നു. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് വി എന്നുള്ളതിന് പകരം നമുക്ക് എഴുതാം എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ദ ക്ലോസ്ഡ് സെറ്റ് എക്സ് മൈനസ് വി. വി ഓപ്പൺ ആയതുകൊണ്ട് എക്സ് മൈനസ് വി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എക്സ് മൈനസ് വി. ഈ പറയുന്ന കണ്ടീഷൻ നമ്മൾ എഴുതിയ എന്താവും, എഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് there exists a continuous function such that f x equal to 0 and എക്സിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റ് എക്സ് മൈനസ് വിയിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആയിരിക്കും. എഫ് ഓഫ് എക്സ് മൈനസ് വി 1 എന്നുള്ളതിന് പകരം വിയിൽ ഇല്ലെങ്കിൽ 1 എന്നാണ് ഇതിന്റെ അർത്ഥം. വിയിൽ ഇല്ലെങ്കിൽ 1 എന്നാണ് ഇതിന്റെ അർത്ഥം. വിയുടെ കോംപ്ലിമെന്റിലാണ് ഫംഗ്ഷന്റെ വാല്യൂ 1. അല്ലെങ്കിൽ വിയിൽ ഇല്ലെങ്കിൽ എഫ് ഓഫ് വൈ ഈക്വൽ ടു 1 ഫോർ ഓൾ വൈ നോട്ട് ആൻ എലമെന്റ് ഓഫ് വി അല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, വിയിൽ ഇല്ലെങ്കിൽ. സോ given any x element of x and any open set V containing x, the space is said to be completely regular if there exists a continuous function such that fx equal to 0 and fy equal to 1 for all ക്ലോസ്ഡ് സെറ്റ് ആയിരുന്നു. ക്ലോസ്ഡ് സെറ്റിലെ പോയിന്റിൽ പറഞ്ഞ പോലെ ഓപ്പൺ സെറ്റിൽ ഇല്ലാത്ത പോയിന്റ്സിന് പറയുന്നു ഫോർ ഓൾ വൈ നോട്ട് ആൻ എലമെന്റ് ഓഫ് വി. അപ്പൊ നിങ്ങൾ റീഫോമുലേഷൻ ഇങ്ങനെ ഓർത്തിരിക്കുക. പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റും വരുമ്പോൾ there must exist a continuous function such that value of the function at the point is 0 and in the closed set it is 1. പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റും തരുമ്പോൾ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 0യും ആ ഓപ്പൺ സെറ്റിൽ ഇല്ലാത്ത പോയിന്റ്സിൽ, ഓപ്പൺ സെറ്റിൽ ഇല്ലാത്ത പോയിന്റ്സിൽ എഫ് വൈ ഈക്വൽ ടു 1 ഫോർ ഓൾ വൈ നോട്ട് ആൻ എലമെന്റ് ഓഫ് വി, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ സ്പേസ് completely regular എന്ന് പറയാം. This is the reformulation of completely regular space. അപ്പോൾ സബ് ബേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കംപ്ലീറ്റ്ലി റെഗുലർ സ്പേസിന് ഒരു ക്യാരക്ടറൈസേഷൻ ആണ് ആദ്യം പറയുന്നത്. ദാറ്റ് ഈസ് എ ലെമ്മ. ആൻഡ് പ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തത് ഇത് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് തിയറം. അടുത്ത തിയറം പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിനെ ലെമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് എസ് ബി എ സബ് ബേസ് ഫോർ എ ടോപ്പോളജിക്കൽ സ്പേസ്. സബ് ബേസ് എക്സിന്റെ സബ്സെറ്റ്സിന്റെ കളക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് എ ഫാമിലി. നോട്ടിൽ സ്ക്രിപ്റ്റസ് എന്നുള്ളത് അങ്ങനെ തോന്നുന്ന തരത്തിലല്ല എഴുതിയിരിക്കുന്നു തോന്നുന്നു. നിങ്ങളത് എഴുതുമ്പോൾ നോട്ട് എഴുതുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചത്. ലെറ്റ് എസ് ബി എ സബ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സെറ്റ്സിന്റെ കളക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ ഫാമിലി. സ്ക്രിപ്റ്റ് ലെറ്റേഴ്സ് ആർ യൂസ്ഡ്. ദെൻ എക്സ് ഈസ് കംപ്ലീറ്റ്ലി റെഗുലർ ഇഫ് ആൻഡ് ഓൺലി ഫോർ ഈച്ച് വി എലമെന്റ് ഓഫ് എസ് ആൻഡ് ഫോർ ഈച്ച് എക്സ് എലമെന്റ് ഓഫ് വി. വി എലമെന്റ് ഓഫ് എസ് ഉള്ളൂ, സബ് ബേസ് എലമെന്റ്സിനെ ഉള്ളൂ. ആൻഡ് ഫോർ ഈച്ച് എക്സ് എലമെന്റ് ഓഫ് വി there exists a continuous function f from x to 0 1 such that fx equal to 0 and fy equal to 1 for all y not an element of v.
ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഇറഗുലാരിറ്റിയുടെ റീഫോർമുലേഷൻ പറഞ്ഞിരുന്നത് പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഏതൊരു ഓപ്പൺ സെറ്റും എടുത്താൽ ഇതുപോലൊരു കണ്ടീഷനാണ്. ഇപ്പൊ ഏതൊരു ഓപ്പൺ സെറ്റും ഇല്ല, പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഏതൊരു സബ് ബേസ് എലമെന്റ്സിലും നമ്മൾ റീഫോർമുലേഷനിൽ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അതാണ് വ്യത്യാസം എന്ന് ശ്രദ്ധിക്കുക. എല്ലാ ഓപ്പൺ സെറ്റിനും ഇല്ല ഇപ്പം സബ് ബേസ് എലമെന്റ്സിനെ ക്യാരക്ടറൈസേഷനിൽ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ഓപ്പൺ സെറ്റിലും ആകും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്പേസ് എക്സ് ഈസ് കംപ്ലീറ്റ്ലി റെഗുലർ മീൻസ് റീഫോർമുലേഷൻ ഈസ് വർക്കിംഗ് ഇൻ ദാറ്റ് പാർട്ട്. സ്പേസ് കംപ്ലീറ്റ്ലി റെഗുലർ എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി റെഗുലാരിറ്റിയുടെ ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിന്റെ റീഫോർമുലേഷൻ എല്ലാ ഓപ്പൺ സെറ്റിനും വർക്ക് ചെയ്യും. ഇനി എല്ലാ ഓപ്പൺ സെറ്റിനും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ പണി കുറയ്ക്കുകയാണ് ഇവിടെ. എല്ലാ സബ് ബേസ് എലമെന്റ്സിനും ശരിയായാൽ എല്ലാ ഓപ്പൺ സെറ്റിനും ശരിയാകും. എല്ലാ ഓപ്പൺ സെറ്റിനും ശരിയാണ്, എല്ലാ സബ് ബേസ് എലമെന്റ്സിനും ശരിയാണ് എന്നുള്ളതാണ് ക്യാരക്ടറൈസേഷൻ. This is the characterization of completely regularity. State and prove a characterization for completely regular spaces എന്ന് വേണമെങ്കിൽ തിയറം സ്റ്റേറ്റ്മെന്റ് തരാതെയും ചോദിക്കാം. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത തിയറത്തിലേക്ക് ആവശ്യമുണ്ട്, ആ കാരണം കൊണ്ടും സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രൂഫ് ഈസ് വെരി സിമ്പിൾ. ഫസ്റ്റ് പാർട്ട് വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് പാർട്ടിൽ എന്താ അസംഷൻ? എക്സ് ഈസ് കംപ്ലീറ്റ്ലി റെഗുലർ, സ്പേസ് എക്സ് ഈസ് കംപ്ലീറ്റ്ലി റെഗുലർ. അപ്പോൾ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് and any open set V containing X, completely regularity definition reformulation in fx equal to 0 there x is a continuous function f from x to 0 such that fx equal to 0 and fy equal to 1 for all y not an element of V, not an element of V. point contain ചെയ്യുന്ന ഓപ്പൺ സെറ്റും എടുത്തിരിക്കുന്നു, ക്ലോസ്ഡ് സെറ്റ് അല്ല, കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റ് അല്ല. റീഫോർമുലേഷൻ വഴി എല്ലാ ഓപ്പൺ സെറ്റിനും ഇത് ശരിയാണ് എന്ന് നമുക്കറിയാം. ഇപ്പൊ എന്താ തന്നിരിക്കുന്നത്? സ്പേസ് കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ സബ് ബേസ് എലമെന്റ്സിനും. ദെൻ ടേക്ക് എനി സബ് ബേസ് എലമെന്റ് വി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റസ് ആൻഡ് എക്സ് എലമെന്റ് ഓഫ് വി. സ്ക്രിപ്റ്റസിലെ ഒരു സെറ്റും അതിലെ പോയിന്റ് ആയിട്ട് വരുന്ന സ്പേസ് എക്സിലെ പോയിന്റ് ഉൾപ്പെടുന്നു. എക്സ് എലമെന്റ് ഓഫ് വി ആൻഡ് എല്ലാ ഓപ്പൺ സെറ്റും ഇല്ല, സബ് ബേസ് എലമെന്റും. എക്സ് എലമെന്റ് ഓഫ് വി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റസ്. എക്സ് വിയിലാണെങ്കിൽ എക്സ് സ്പേസ് എക്സിലെ പോയിന്റ് ആണ്. വി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റസ് എന്ന് പറഞ്ഞാൽ സബ് ബേസ് എലമെന്റ് ആണ്. ബേസിലെ എലമെന്റ്സും സബ് ബേസിലെ എലമെന്റ്സും എന്തായാലും ഓപ്പൺ സെറ്റ് ആണ്. അപ്പൊ വി ഓപ്പണും ആണ്, എക്സ് വിയിലെ മെമ്പറും ആണ്. സോ എല്ലാ സ്പേസ് എലമെന്റ്സിനും എല്ലാ ഓപ്പൺ സെറ്റ്സിനും ശരിയാവുന്ന കാര്യം സബ് ബേസ് എലമെന്റ്സ് ഓപ്പൺ ആയതുകൊണ്ട് സബ് ബേസ് എലമെന്റ്സിലും അവിടുത്തെ പോയിന്റ് സ്പേസിലെ പോയിന്റ് ആയതുകൊണ്ട് ഇവിടെയും ശരിയാവും. അപ്പൊ ഇതൊരു സ്പെഷ്യൽ കേസ് മാത്രമാണ്. സബ് ബേസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സെറ്റ്സ് ആണ്. സ്പേസിലെ എല്ലാ പോയിന്റ്സിനും ശരിയാവുന്ന ഒരു കാര്യം സ്പേസിലെ കുറച്ച് പോയിന്റ്സിന് ശരിയാവും. എക്സ് എലമെന്റ് ഓഫ് വി എടുക്കുമ്പോൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് ആണ്. സബ് ബേസ് എലമെന്റ്സ് ഓപ്പൺ ആയതുകൊണ്ട് നമ്മുടെ സെറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി റെഗുലാരിറ്റിയുടെ ഡെഫിനേഷൻ എല്ലാ ഓപ്പൺ സെറ്റിനും ശരിയാണ്. അപ്പോൾ സബ് ബേസ് എലമെന്റ്സിനും അവിടുത്തെ പോയിന്റ്സിനും ശരിയാണ്. ദിസ് ഇസ് എ സ്പെഷ്യൽ കേസ് ഓൺലി. സോ ദ കണ്ടീഷൻ there x is a continuous function f such that fx equal to 0 and fy equal to 1 for all y not an element of V. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ടേക്ക് V element of S. അന്നേരവും ഇത് ശരിയാവും. അങ്ങനെ ഒരു പാർട്ട് കഴിയുന്നു. Now we are moving to the second part. Conversely, we assume that. കോൺവേഴ്സിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? ഫോർ ഈച്ച് V element of S, എസിൽ നിന്ന് എലമെന്റ് എടുക്കുകയും and for each x element of V and x element of V, there x is a continuous function f from x to 0, 1. അവിടെയുള്ള എസിലെ എലമെന്റ്സ് അവിടുത്തെ പോയിന്റ്സ് അവിടെ ഉള്ളൂ. there x is a x element of V ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. there x is a continuous function f from x to 0, 1 such that fx equal to, കണ്ടീഷൻ സെയിം തന്നെ, പക്ഷെ എല്ലാ സബ് ബേസ് എലമെന്റ്സിനും ഉള്ളൂ. and fy equal to 1 for all y not an element of V. എല്ലാ ഓപ്പൺ സെറ്റിനും ഇല്ല, V എന്ന് എഴുതുന്നതുകൊണ്ട് അങ്ങനെ വിചാരിച്ചേക്കരുത്. എല്ലാ സബ് ബേസ് എലമെന്റ്സിനും ഇപ്പോൾ ഇതുള്ളൂ. Now we have to prove that the space is completely regular. Space x is completely regular എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിനെന്താ എടുക്കേണ്ടത്? സ്പേസ് x എന്ന് ഒരു പോയിന്റ് x element of x and V be an open set containing any open set. V open set സബ് ബേസ് എലമെന്റ്സിനെ V എന്ന് വിളിച്ചിരിക്കുന്നതുകൊണ്ട് G എന്ന് വിളിക്കാം. G be an open subset of X.
അപ്പോൾ പോയിന്റും പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റും നമ്മൾ എടുത്തിട്ടുണ്ട്. ജി ഓപ്പൺ സെറ്റ് ആണെങ്കിൽ അത് എക്സ് എന്ന് പറയുന്ന സ്പേസിലെ ഓപ്പൺ സെറ്റ് ആണ്. ആ സ്പേസിന്റെ സബ് ബേസ് അറിയാമെങ്കിൽ ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ബേസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ജിക്കകത്ത് ഒരു സബ് ബേസ് എലമെന്റ് ഉണ്ട്. സബ് ബേസ് എലമെന്റ് മീൻസ് ഇന്റർസെക്ഷൻ ഓഫ് ജിക്കകത്ത് ഒരു ബേസ് എലമെന്റ് ഉണ്ട്. സബ് ബേസ് ഇതാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് സബ് ബേസ്. ഇന്റർസെക്ഷൻ i equal to 1 to n. Vi is a subset of G. Vi element of scriptus. സബ് ബേസ് അറിയാമെങ്കിൽ ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ബേസ് ആണ്. ഒരു ഓപ്പൺ സെറ്റിന്റെ അകത്ത് ഒരു ബേസ് എലമെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ സബ് ബേസ് കൊണ്ട് ഉണ്ടാകുന്ന ബേസ് എലമെന്റ് ഫാമിലി ഓഫ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ് ആണ്. അങ്ങനെ ഒരു ബേസ് എലമെന്റ് ഈ ജിക്കകത്തുണ്ടാവും. എക്സ് എവിടെ നിർത്തുക? ജി നിർത്തുകയാണെങ്കിൽ ജി ഈസ് ഓപ്പൺ ഇഫ് ഇറ്റ് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. എക്സ് ജിയിൽ നിർത്തുകയാണെങ്കിൽ എക്സ് ഈ ഇന്റർസെക്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാണ്. നൗ എക്സ് ഇന്റർസെക്ഷൻ വി ഐയിൽ ഉണ്ടെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് വി ഐ ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു n ആൻഡ് വി ഐ എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റസ്. ഈ പാർട്ടിലെ നമ്മുടെ അസംഷൻ എന്നാ? സബ് ബേസ് എലമെന്റ്സിലെ പോയിന്റ്സിന് ഇങ്ങനത്തെ കണ്ടിന്യൂസ് നമ്മളുടെ കംപ്ലീറ്റ്ലി എല്ലാ ഓപ്പൺ സെറ്റിനും ഇല്ല, സബ് ബേസ് എലമെന്റ്സിനെ പോയിന്റ്സിന് കംപ്ലീറ്റ്ലി റെഗുലാരിറ്റിയുടെ കണ്ടീഷനിൽ പറഞ്ഞതുപോലുള്ള ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ്. അപ്പോൾ എക്സ് എല്ലാ വി ഐക്കകത്തും ഉണ്ട്. എക്സ് വി വണ്ണിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫംഗ്ഷൻ, എക്സ് വി ടുവിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫംഗ്ഷൻ, എക്സ് വി എന്നിലുണ്ടെങ്കിൽ അതിന് എല്ലാം സബ് ബേസ് എലമെന്റ്സ് ആണ്. അവിടെ എല്ലാം ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് n ഫംഗ്ഷൻസ് ഉണ്ട് ശരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം കൂടെ ചുരുക്കി എഴുതാം. ഒരു വി ഐക്ക് വേണ്ടി ഒരു എഫ് ഐ ഫ്രം എക്സ് ടു 0 1 എല്ലാ എഫ് ഐയും കണ്ടിന്യൂസ് such that fi of x equal to 0 and fi of y equal to 1 for all y not an element of vi. x v1 ൽ നിന്ന് എടുക്കുമ്പോൾ f1 കിട്ടും, x v2 ൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ f2 കിട്ടും, x vn ൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ fn കിട്ടും. അപ്പോൾ നമ്മളുടെ കയ്യിൽ അങ്ങനെ n ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ഫംഗ്ഷൻ വെച്ചല്ലേ പറയണ്ടേ? x element of x gv an open set containing x ആകുമ്പോൾ വേറെ എക്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷനിലേക്ക് പോകാൻ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഫ്രം എക്സ് ടു 0 1 സച്ച് ദാറ്റ് എഫ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോയിന്റ് ആയതുകൊണ്ട് ഇനി എഫ് വൈ ഈക്വൽ ടു എന്ന് പറയാം. എഫ് വൈ ഈക്വൽ ടു 1 മൈനസ് എഫ് വൺ വൈ ഇൻറ്റു 1 മൈനസ് എഫ് ടു വൈ ഇൻറ്റു എക്സെട്ര 1 മൈനസ് എഫ് എൻ വൈ. ഇങ്ങനെയാണ് നമ്മൾ എഫ് വൈ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ എഫ് വൈ ഡിഫൈൻ ചെയ്താൽ എക്സ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് എവിടത്തെ ആയിരുന്നു? എക്സ് വി വണ്ണിലുണ്ട്, എക്സ് വി ടുവിലുണ്ട്, എക്സ് വി എന്നിലുണ്ട്. അപ്പൊ എക്സ് വി വണ്ണിലുണ്ടെങ്കിൽ എഫ് വൺ എക്സ് 0 ആണ്, എഫ് ടു എക്സ് 0 ആണ്, എഫ് എൻ എക്സ് 0 ആണ്. അപ്പൊ ഇതിൻ്റെ അകത്തെല്ലാം 1 ആണ് വരുന്നത്. 1 മൈനസ് 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടുന്നത് 1 മൈനസ് 1 into 1 into etc. 1. So 1 minus 1 equal to 0. Then y not an element of G means y G യിൽ ഇല്ലെങ്കിൽ y intersection vi യിൽ ഇല്ല. intersection vi is a subset of G എന്ന് പറഞ്ഞു. y intersection vi യിൽ ഇല്ലെങ്കിൽ y not an element of എല്ലായിടത്തും ഇല്ലെന്നൊന്നുമില്ല. y not an element of vi for some i. ഏതെങ്കിലും ഒരു വൈക്ക് y vi യിൽ ഇല്ലാതെ പോകും. y vi യിൽ ഇല്ലെങ്കിൽ ആ fi of y എന്ന് പറയുന്നത് എന്തായിരിക്കും? fi of y ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാണെന്ന് അറിയത്തില്ല. ഏതൊരെണ്ണം fi of y 1 ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റിൽ ഒരെണ്ണത്തിൽ 1 മൈനസ് 1 വരും. സോ f of y ഈക്വൽ ടു 1 മൈനസ് ഓഫ് 1 മൈനസ് 1 ഒരിടത്ത് വന്നാൽ ബാക്കി 1 ഇൻറ്റു 1 ഇൻറ്റു എവിടെയോ ഒരെണ്ണം 0. ഇതേതാ? fi of y ആണ് 0. ഒരെണ്ണമെങ്കിലും ഉറപ്പാണ്. ഇന്റർസെക്ഷനിൽ പലയിടത്തില്ലാതെ വരാം, ഒരു സെറ്റിലെങ്കിലും ഇല്ലാതെ വരും. ഇല്ലാതെ വരുന്നിടത്ത് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. സോ fy ഈക്വൽ ടു 1 മൈനസ് 0 ഈക്വൽ ടു 1 ഫോർ ഓൾ y not an element of G. So that is if we take any x element of x and any G open set containing x, then
fx equal to 0 and fy equal to 1 for all y not an element of G completely